എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടിപ്പുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ കത്രികയും അതുപോലെ തന്നെ കത്തിയൊക്കെ മൂർച്ച കൂട്ടാനുള്ള നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കത്തിയൊക്കെ എങ്ങനെയാണ് മൂർച്ച കൂട്ടാമെന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഒരു കത്രിക മൂർച്ച കൂട്ടുന്ന വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളായുള്ളൊരു ടിപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഈ വെട്ടുന്ന തുണിയൊന്നും വെട്ടിയാലും ഒരു ഇല്ലാത്ത ഒരു കത്രികയാണ് എടുത്തിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ നമുക്കിതിന് ഒന്ന് മൂർച്ച വരുത്തിയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ എന്നിട്ട് അതിങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാക്കുക, ആ ഒരു വായുടെ ഭാഗം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പിടിയുടെ ഭാഗമൊന്നും ചൂടാക്കി ഉരുക്കി കളയരുത്. ചേച്ചി പറഞ്ഞ ടിപ്പ് ചെയ്ത് ആകെ കത്രിക കേടാക്കരുത് കേട്ടോ. സൂക്ഷിച്ചിട്ട് കൈയൊന്നും പൊളിക്കാണ്ട് ഇങ്ങനെ പതുക്കെ ചെയ്തിട്ട് ഒരു മീഡിയം ലെവലിലൊന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു പപ്പടക്കോലാണ്. ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ നന്നായിട്ട് ഉരച്ചു കൊടുക്കുകയാണ് ഈ കത്രികയുടെ വായുടെ ഭാഗത്ത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു സൗണ്ട് കേൾക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിളക്കം പോലെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൂർച്ച വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എത്രത്തോളം മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ടൈം ചിലപ്പോൾ എടുക്കും കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ കത്രികയ്ക്ക് ചെറിയ ചൂടുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം കയ്യിലൊന്നും ആവാണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സൂചിയില്ലേ, കട്ടിയുള്ള സൂചി, തുന്നുന്ന സൂചിയുടെ തന്നെ വലുത്, ചാക്കു സൂചി എന്നൊക്കെയാണ് നമ്മളിവിടെ പറയുക. അപ്പോൾ അങ്ങനത്തെ സൂചി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ഇതുപോലെ തന്നെ നന്നായിട്ട് ആ ഒരു അരികു ഭാഗം ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ള് ഭാഗത്തും അങ്ങനെ ഉരയ്ക്കണം കേട്ടോ, നല്ല കറക്റ്റ് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് ശരിയായിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ അലുമിനിയം ഫോയിലിൻ്റെ ഈ ഷീറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിങ്ങനെ ചുരുട്ടിയിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ച ശേഷം കളയുന്നതായാലും മതി. അതെടുത്തിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി. ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായി പീസുകളാക്കിയിട്ട് മാക്സിമം കൂടുതൽ സമയം വെട്ടും തോറും കൂടുതൽ മൂർച്ച ഇങ്ങനെ വരും. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നതാണ് ഗുളികയുടെ കവറ്. അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ നൈസായിട്ടുള്ള പീസുകളാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂർച്ച വരും കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ക്രൂ ടൈറ്റായിട്ടിരിക്കുന്ന സിസറുകൾക്കാണ് കേട്ടോ. അല്ലാതെ സ്ക്രൂ ലൂസായിട്ട് വെട്ടാൻ പറ്റാത്തതിൻ്റെ കേസുകളല്ല നമ്മളിവിടെ പറയുന്നത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ കത്തിയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക ആദ്യം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സൂചി വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കത്തിയും നന്നായിട്ട് തന്നെ മൂർച്ച കൂട്ടിയെടുക്കാൻ നമുക്ക് പറ്റും. ഇനി അതുപോലെ തന്നെ ഇതുപോലത്തെ ടൈപ്പിലുള്ള സെറാമിക് കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് തന്നെ മൂർച്ച പോകുമ്പോഴേക്കും ഇങ്ങനത്തെ കൊച്ചു ടിപ്പുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ കത്തിയൊക്കെ എപ്പോഴും നല്ല ഷാർപ്പായിട്ടിരിക്കും. ഇതേപോലെ തന്നെ ആ ഒരു ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ലില്ലേ, അത് നമ്മൾ ഇങ്ങനെ മറിച്ചിട്ടിട്ട് അതിൻ്റെ ബാക്കിലായാലും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ കല്ലിൽ ഉരച്ചിട്ടൊക്കെ നമ്മൾ മൂർച്ച കൂട്ടണത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതേ ഒരു രീതിയിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കല്ലൊന്നും ഇല്ലെങ്കിലും ഇതുപോലത്തെ സംഭവം എല്ലാവരുടെ വീട്ടിലും മിക്കതും കാണും. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് മൂർച്ച കൂട്ടാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്പുകളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിന് ലൈക്ക് തരണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ ഇന്നലെ ഞാൻ എല്ലാവർക്കുള്ള ഹായ് പറഞ്ഞുകൊണ്ടൊരു ഹായ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത സൺഡേ പറയാം കേട്ടോ ഹായ്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഹായ് പറയേണ്ടവരൊക്കെ ഇപ്പോൾ മൺഡേ തൊട്ട് ഫ്രൈഡേ സാറ്റർഡേ വരെ എല്ലാവരും കമൻറ്റ് ഇടുന്നതിൽ നിന്ന് ഹായ് പറയണമെന്നുള്ളവരുടെ എല്ലാവരുടെയും കൂട്ടിയിട്ട് ഞാൻ സൺഡേ പറയാം. അപ്പോൾ ഒരു ദിവസമാകുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് പേരൊക്കെ വിട്ടുപോയി, ഫീലിങ്സ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ സോറി കേട്ടോ. എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ അവർക്കൊക്കെ ഒരു സ്പെഷ്യൽ ബിഗ് ഹായ് പറയുന്നതായിരിക്കും. ആരും പിണങ്ങണ്ട. പിന്നെ കുറച്ച്
കുറച്ച് പേരൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അബീസ് ടൈം എന്ന് പറഞ്ഞൊരു ചാനൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. അവരുടെ ചാനൽ ഒരു 7 ലക്ഷമൊക്കെ ആവാറായതായിരുന്നു. ആ ചാനൽ ഹാക്ക് ചെയ്തു പോയി. അപ്പോൾ വളരെ സങ്കടമാണ്. വളരെ കഷ്ടപ്പെട്ടിട്ട് ഉയർത്തി കൊണ്ടുവന്നൊരു ചാനലായിരുന്നു അവർ. അപ്പോൾ അബീനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ, ഈ കാര്യം അറിയാത്തവരാണെങ്കിൽ അബിയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വിഷമം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവരെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മനസ്സുള്ളവർ. ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്തിടാം കമൻ്റായിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇന്നലത്തെ ബോട്ടിൽ ലാമ്പ് കാണാത്തവർ എന്തായാലും കാണൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം. താങ്ക്